വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഒ വാസവൻ. സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. എല്ലാവരും സുഖമുള്ളവരായിരിക്കട്ടെ, എല്ലാവരും രോഗമുക്തരായിരിക്കട്ടെ, എല്ലാവരും മംഗളകരമായ കാര്യങ്ങൾക്ക് സാക്ഷിയാവട്ടെ, ആർക്കും തന്നെ ദുഃഖം അനുഭവിക്കാൻ ഇടവരാതിരിക്കട്ടെ. ജീവിതത്തിൽ ദുരിതങ്ങളകന്ന് ശാന്തിയും സമാധാനവും കൈവരുത്താൻ ശാന്തി മന്ത്രങ്ങൾ ഉരുവിടുക എന്നത് ഭാരതീയ ജീവിത ദർശനത്തിൻ്റെ ഭാഗമാണ്. ലോകത്ത് ശാന്തിയും സമാധാനവും നിലനിർത്താനുള്ള യത്നത്തിലാണല്ലോ നാം എല്ലാം. ലോക സമാധാനത്തെക്കുറിച്ചുള്ള ജനജാഗരണ പരിപാടികളും നയതന്ത്ര ചർച്ചകളുമെല്ലാം നടക്കുന്നു. വിശ്വശാന്തി കേവലം ഉദ്ബോധനങ്ങളിലൂടെയും ആഹ്വാനങ്ങളിലൂടെയും സാധ്യമാകുന്ന കാര്യമല്ല. വ്യക്തി കേന്ദ്രീകൃതമായ പ്രവർത്തനത്തിലൂടെ മാത്രമേ ലോകത്ത് ശാന്തിയും സമാധാനവും നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. നമ്മൾ സ്വന്തം വ്യക്തിത്വം സംരക്ഷിക്കുകയും മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ ആദരിക്കുകയും ചെയ്യുമ്പോഴാണ് ശാന്തിയും സമാധാനവും ഉണ്ടാവുക. നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരുടെ ആചാരാനുഷ്ഠാനങ്ങളെ ആദരിക്കാൻ നാം തയ്യാറാവണം. ശാന്തിയും സമാധാനവും ആദ്യം ഉണ്ടാകേണ്ടത് ഓരോരുത്തരുടെയും മനസ്സിലാണ്. വിശാലമായ ഈ ലോകവും ഇതിലെ വ്യത്യസ്തങ്ങളായ ജീവിത വീക്ഷണങ്ങൾ പുലർത്തുന്ന ജനവിഭാഗങ്ങളും ഒന്നാണ് എന്ന തിരിച്ചറിവ് ഓരോ വ്യക്തിക്കും ഉണ്ടാകുമ്പോഴാണ് ലോകത്ത് സമാധാനം പുലരുന്നത്. സമാധാനം നിലനിർത്താൻ ആവശ്യം വേണ്ട മാനവിക ഗുണമാണ് സഹിഷ്ണുത. സഹിഷ്ണുതയോടെ ജീവിക്കാൻ സാധിച്ചാൽ മാത്രമേ കുടുംബത്തിലും സമൂഹത്തിലും സമാധാനമുണ്ടാവുകയുള്ളൂ. സംഘർഷരഹിതമായ രാജ്യത്തിലേക്കുള്ള വഴിയും ഇതുതന്നെയാണ്. മതസഹിഷ്ണുതയെക്കുറിച്ചാണ് നാം ഇന്ന് ഏറെയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആശയപരവും രാഷ്ട്രീയവുമായ അസഹിഷ്ണുത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്കും ഒരു മതവും സ്വന്തം മതമായതുകൊണ്ട് മാത്രമല്ല മഹത്തരമാവുന്നത്. അത് ഉയർത്തിപ്പിടിക്കുന്ന മഹനീയമായ ആദർശങ്ങളാണ് അതിനെ മഹത്തരമാക്കുന്നത്. തൻ്റെ മതത്തെ മനസ്സിലാക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ മതത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ജീവിതത്തെക്കുറിച്ച് വിശാലമായ വീക്ഷണം വളർത്താൻ ഇത് സഹായകരമാകും. ആത്മീയതയുടെ യഥാർത്ഥ തത്വം മനസ്സിലാക്കുന്നവർ ജീവകാരുണ്യത്തിലൂന്നിയ നാനാവിധ സേവന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്നവരും നല്ലൊരു ലോകത്തെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരുമാകും. ലോകത്ത് സമാധാനം നിലനിർത്താൻ മാനവ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയും മതസ്വാതന്ത്ര്യം ഉറപ്പാക്കുകയും ചെയ്യേണ്ടതുണ്ട്. കേവലം ശാരീരികമായ സവിശേഷതകൾ കൊണ്ട് മാത്രമല്ല മനുഷ്യൻ പ്രകൃതിയിലെ ഇതര ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തനാകുന്നത്. ഉന്നതമായ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്നുവെന്നതാണ് മനുഷ്യനെ വ്യത്യസ്തനും മഹാനുമാക്കുന്നത്. സമൂഹത്തിൽ നാം വ്യാപരിക്കുന്ന മതം, സമൂഹം, രാഷ്ട്രീയം തുടങ്ങിയ സമസ്ത മേഖലകളിലും ഉന്നതമായ മാനവിക മൂല്യങ്ങൾ പ്രകടമാക്കുമ്പോഴാണ് മനുഷ്യജീവിതം അർത്ഥപൂർണമാകുന്നത്. അധികാരത്തിനും സമ്പത്തിനു വേണ്ടിയുള്ള കിടമത്സരത്തിനിടയിൽ ഉദാത്തമായ മാനവിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. മാനവികത നഷ്ടമാകുന്നിടത്താണ് സംഘർഷം ഉടലെടുക്കുന്നത്. മനുഷ്യത്വമുണ്ടായിരിക്കുക എന്നതാണ് മാനവികതയുടെ മഹത്വമെന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞത് നാം ഓർക്കേണ്ടതാണ്. നരനിൽ നിന്നും നാരായണനിലേക്കുള്ള ധാർമ്മികമായ ഉയർച്ചയാണ് നമുക്കുണ്ടാകേണ്ടത്. മനുഷ്യ മനസ്സുകളെ നിർമ്മലമാക്കി ഉദാത്തമായ ചിന്തകൾ കടന്നുവരാൻ അനുവദിക്കുക. എത്ര വിശ്വം ഭവത്യേക നീടം എന്ന സംസ്കൃത ശ്ലോകത്തിലെ ആശയമാണ് രവീന്ദ്രനാഥ ടാഗോർ വിശ്വഭാരതിക്കായി സ്വീകരിച്ചത്. ലോകം ഒരു പക്ഷിക്കൂടാണെന്ന് പറയുന്ന ഞാനും നീയും എന്ന ചിന്തയില്ലാത്ത ഏകലോകത്തെ വിഭാവനം ചെയ്യുന്ന ആശയത്തേക്കാൾ മഹത്തരമായി മറ്റെന്തുണ്ട്? ആഗോളവത്കരണത്തിൻ്റെയും ഉദാരീകരണത്തിൻ്റെയും ശാസ്ത്ര സാങ്കേതിക വളർച്ചയുടെയും അടിസ്ഥാനത്തിൽ ഇന്ന് ഗ്ലോബൽ വില്ലേജ് അഥവാ വിശ്വഗ്രാമത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വസുധൈവ കുടുംബകം എന്ന ആശയം മുന്നോട്ട് വെച്ചവരാണ് നാം. അതുകൊണ്ട് തന്നെ വിശ്വശാന്തിയുടെ അംബാസഡർമാരാകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ഡോക്ടർ ഒ വാസവൻ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.